ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പം ഞാനിന്ന് കുറച്ച് മുരിങ്ങയിലയായിട്ടാണ് കേട്ടോ വന്നേക്കണേ. അപ്പോൾ ഇന്നലെ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇത് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ കുറച്ച് മുരിങ്ങയ്ക്കയും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് മരം ഒടിഞ്ഞ് വീണതാണ് കേട്ടോ, അപ്പം കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മുരിങ്ങയ്ക്കയും കൂടെ കിട്ടി. അപ്പോൾ ഒന്ന് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇലയൊക്കെ ഒന്ന് നുള്ളിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് തണ്ടോട് കൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ചിലരാണെങ്കിൽ ഈ തണ്ടോടുകൂടി വെച്ച് തന്നെ കഴുകിയെടുത്തതിന് ശേഷം വെള്ളമെല്ലാം മാറാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ അതിൽ നിന്ന് ഓരോന്നായിട്ട് നുള്ളിയെടുക്കുകയാണ് ചെയ്യുന്നത്. ചിലർ ആദ്യമേ തന്നെ ഇലയെല്ലാം നുള്ളിയെടുത്തതിന് ശേഷം ഇല മാത്രം ഇങ്ങനെ കഴുകിയെടുക്കും. എന്നിട്ടത് വെള്ളം തോർന്നതിന് ശേഷം എടുക്കും. അപ്പം നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതായിട്ടുള്ളതാണ് കേട്ടോ ഈ മുരിങ്ങയില. നമ്മളെ കണ്ണിനും മുടിക്കും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. മുരിങ്ങയില കറി വെച്ചായാലും തോരനായാലും കഴിക്കണം. വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് കേട്ടോ. ഒരുപാട് അയൺ കണ്ടൻറ്റ്, അതായത് ഇരുമ്പ് സത്ത് അടങ്ങിയിട്ടുള്ളൊരു ഇലയാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ മുരിങ്ങയില എല്ലാം നല്ലപോലെ നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. തണ്ടെല്ലാം മാറ്റി നല്ലപോലെ നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിനി കഴുകിയെടുക്കാം. ഞാൻ തണ്ടെല്ലാം മാറ്റിയിട്ടാട്ടോ കഴുകുന്നത്. കാരണം തണ്ടോട് ഒഴിച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ വെള്ളം തോന്നിട്ട് പിന്നെ അതിൽ നിന്ന് നുള്ളി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാകുമ്പം പെട്ടെന്ന് നമുക്ക് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് നമുക്കിത് വെള്ളം തോരാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ മുരിങ്ങയില നല്ലപോലെ കഴുകിയെടുത്ത് ഞാൻ വെള്ളം തോരാൻ വേണ്ടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാകും കേട്ടോ. അപ്പം നമുക്കിതിനി തോരൻ വയ്ക്കാം. അപ്പോൾ തോരന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ജീരകവും കൂടെ ചതച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് തോരന് വേണ്ടിയിട്ട് എടുത്തത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ജീരകവും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കൈകൊണ്ട് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി തോരൻ ഉണ്ടാക്കാം. അപ്പോൾ തോരൻ്റെ കൂട്ടെല്ലാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കണം കേട്ടോ. കാരണം മുരിങ്ങയില പെട്ടെന്ന് വേകുന്നതാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചീനച്ചട്ടിയൊക്കെ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കടുക് ഇടാം. അപ്പോൾ കടുകൊക്കെ ഇട്ടു. ഇനി നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് ആയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നമ്മളത് നല്ലപോലെ മിക്സ് ചെയ്യണം. നമ്മൾ എല്ലാ മുരിങ്ങയിലയും ഒന്നിച്ച് നമ്മൾ അതിൽ തട്ടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ടയായിട്ട് കിടക്കും. അപ്പോൾ ഇത് കുറച്ചായിട്ട് ഇട്ട് വേണം ഇതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ തവിയുടെ ഈ ഭാഗം വെച്ചിട്ടാട്ടോ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്യുന്ന. തവിയോ തവിയുടെ ഈ ഭാഗമോ അല്ലെങ്കിൽ ചട്ടുകത്തിൻ്റെ ഈ സൈഡ് ഇത് വെച്ചിട്ട് വേണം നല്ലപോലെ മിക്സ് ചെയ്യാൻ കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കട്ടയായിട്ട് കിടക്കും. കുറച്ചായിട്ട് വേണം ഇപ്പം ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം കുറച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം രണ്ടാമതും കുറച്ചുകൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതും മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് ഇതേ രീതിയിലായി വരുമ്പോഴത്തേക്കും അടുത്ത് വീണ്ടും നമ്മൾ ഇതേപോലെ കുറച്ചുകൂടെ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പം ഞാൻ വീണ്ടും കുറച്ചുകൂടെ ഇതിൽ ഇട്ടിട്ടുണ്ട് മുരിങ്ങയില. നമ്മൾ എത്രയാണോ മുരിങ്ങയില എടുത്ത് വെക്കുന്നത് അത്രയും നമ്മൾ ഇതേപോലെ കുറച്ചായിട്ട് വീതം നമ്മളിങ്ങനെ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കട്ടയായിരിക്കും. അപ്പോൾ മുരിങ്ങയിലെല്ലാം ഞാൻ ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് കാണുമ്പം തന്നെ അറിയാം ഇലയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ കൈ എടുക്കാൻ നല്ലപോലെ ഇളക്കണം കേട്ടോ. കൈ എടുക്കാതെ നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ.
അപ്പോൾ ഇതേപോലെ കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഇലയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനതിൽ ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൂട്ട് ചേർക്കുന്ന സമയത്ത് ഈ മുരിങ്ങയില ഇതേപോലെ സൈഡിലോട്ട് ഇങ്ങനെ മാറ്റിയിട്ട് നടുക്ക് നമുക്ക് തോരൻ്റെ കൂട്ട് വെച്ച് എന്നിട്ട് മുരിങ്ങയില വെച്ചൊന്ന് പൊതിഞ്ഞ് കവർ ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ടൊരു ഒരു മിനിറ്റ് ഇങ്ങനെ കവർ ചെയ്ത് വെച്ച് അടച്ച് വെക്കണം. അപ്പോൾ ഇതേപോലെ കൂട്ടിങ്ങനെ നടുക്കായിട്ട് വെച്ചിട്ട് ഇനി മുരിങ്ങയില വെച്ച് ഇതൊന്ന് കവർ ചെയ്ത് വെച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നല്ലപോലെ അടച്ച് വയ്ക്കുക. എന്നിട്ട് ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ചൊന്ന് വെന്തതിന് ശേഷം പിന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മുരിങ്ങയില വെച്ച് നല്ലപോലെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചീനിച്ചട്ടി ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും ഈ കൂട്ടൊക്കെ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ചതിന് ശേഷം ഇതേപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മുരിങ്ങയില തോരൻ റെഡിയായി കേട്ടോ. അപ്പോൾ എല്ലാവരും മുരിങ്ങയില ഇതേപോലെ ഒന്ന് തോരൻ വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, അതുകൂടാതെ ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതേപോലെ തോരനൊക്കെ വെച്ച് നോക്കണേ. എന്നിട്ട് കമൻസ് വഴി അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം കേട്ടോ. അതുകൂടാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ.